കാരണം EV ഓടിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ EVക്ക് പ്രോപ്പർ റേഞ്ച് കിട്ടും. അതിന് കാരണം കൃത്യമായ ഒരു ബാറ്റ്മാൻ ലുക്ക് കാര്യങ്ങൾ വണ്ടിക്ക് ആൾറെഡി ഉണ്ട്. ഏത് ബ്രാൻഡായാലും നിങ്ങൾ ആ ബ്രാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അലോയ് വീൽ അറിയാലോ, ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന റീസൺ അറിയാമല്ലോ. കൃത്യമായിട്ട് EV ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റേഞ്ച് കിട്ടുള്ളൂ. BE6 ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു EV ആണ് തീർച്ചയായിട്ടും EV6. ആദ്യം എല്ലാവർക്കും വന്നത്, എല്ലാവരും കണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ചാൽ പാക്ക് 3 എന്ന് പറഞ്ഞ വേരിയൻറ്റ്. പാക്ക് 1, പാക്ക് 2, പാക്ക് 3 ഇങ്ങനെ 3 വേരിയൻ്റാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. പാക്ക് 1ൽ പാക്ക് 1ഉം പാക്ക് 1 ആൻഡ് എബോ എന്ന് പറഞ്ഞാൽ 2 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോരോ എലമെൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പ്രൈസ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞുതരാം. 22 ലക്ഷം തൊട്ട് 32 ലക്ഷം രൂപ വരെയുള്ള ഓൺ റോഡ് പ്രൈസ് ബ്രാക്കറ്റിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ പ്രൈസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കുറച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഉള്ള വാഹനം, ചാർജർ ഇല്ലാത്ത വാഹനം, ചാർജർ തന്നെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് 7.2 കിലോവാട്ടും 11.3 കിലോവാട്ടിൻ്റെയും ചാർജർ വരുന്ന വാഹനം നമുക്ക് മേടിക്കാൻ പറ്റും. ഇനി ചാർജർ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആൾറെഡി വാൾ ചാർജറൊക്കെ വീട്ടിലുള്ള വേറെ EV യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചാർജർ ഇല്ലാത്ത ഓപ്ഷനിലും ഈ ഒരു വണ്ടി മേടിക്കാം. അപ്പോൾ ഈ വണ്ടി പറഞ്ഞാൽ ഒരു 32 ലാക്സിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാക്ക് 2 ഇറങ്ങിയിരുന്നു. ഇപ്പം പാക്ക് 1ഉം ഡീലർഷിപ്പുകളിൽ വന്നിട്ടുണ്ട്. പാക്ക് 1 എടുക്കുകയാണെങ്കിൽ 22 ലക്ഷം രൂപയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചാർജർ ഉൾപ്പെടെ വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് BE6-ലുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്ക്, 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 59 കിലോ വാട്ടും അതുപോലെ 79 കിലോ വാട്ടും. 59 നിന്ന് നമ്മൾ നേരെ 79, ഏകദേശം 20 കിലോ വാട്ടാണ് അഡീഷണൽ കിട്ടുന്നത്. ഇത് നമുക്ക് പാക്ക് 2ൽ 79 കിലോ വാട്ട് ഓപ്ഷൻ ഉണ്ട്. പാക്ക് 1ൽ അതില്ല. പാക്ക് 2ലും പാക്ക് 3ലും നമുക്ക് 79 കിലോ വാട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സാധാരണ നമ്മൾ മാനുഫാക്ചേഴ്സ് പറയുന്ന റേഞ്ചുകളൊക്കെ എപ്പോഴും കൂടുതലായിരിക്കും, വണ്ടിയിൽ കാണിക്കുന്ന റേഞ്ച് കൂടുതലായിരിക്കും. ഓരോ വണ്ടിയിൽ നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. ഈ വണ്ടിയിൽ നമുക്ക് റേഞ്ച് കാൽക്കുലേഷൻ നമുക്ക് ആൾറെഡി കാണിച്ചു തരുന്നുണ്ട്. വെച്ചാൽ 1 കിലോ വാട്ടിൽ എത്ര കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് ആവറേജ് കാണിക്കുന്നുണ്ട്. ഈ ടാറ്റയിലാണെങ്കിൽ നമുക്ക് ആവറേജ് എനർജി കൺസംഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ AEC എന്ന് പറഞ്ഞൊരു ഫിഗർ, എത്ര വാട്ട് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കും. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന വണ്ടി ടിയാഗയാണ്. ടിയാഗയിൽ വരുമ്പം ഒരു 110 തൊട്ട് 130, 140 വരെയൊക്കെയാണ് ആവറേജ് പലർക്കും കിട്ടുന്ന കൺസംഷൻ. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എനിക്കൊന്ന് കിയയിലും അതുപോലെ തന്നെയാണ് 1 കിലോ വാട്ടിന് എത്ര കിലോമീറ്റർ നമുക്ക് സഞ്ചരിച്ചു എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല വണ്ടിയിലും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ BE6 ഓൺ ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 380 ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടിക്കലി ഓടും, നമ്മളെങ്ങനെ ഓടിച്ചാലും. ഇനി ഒരു 79 ആണെങ്കിൽ 500+ കിട്ടുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സാറ്റിസ്ഫാക്ടറി. ഇനി EV ആണെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV എടുക്കുമ്പോഴേ ഈ പറയുന്ന റേഞ്ച് ഒരിക്കലും കിട്ടത്തില്ല. കാരണം EV ഓടിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ EVക്ക് പ്രോപ്പർ റേഞ്ച് കിട്ടൂ. അതിന് ഏത് ബ്രാൻഡായാലും നിങ്ങൾ ആ ബ്രാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് EV ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റേഞ്ച് കിട്ടുള്ളൂ. നമ്മൾ BE6നെ കുറിച്ചാണ് പറഞ്ഞു വന്നെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എവിടെയൊക്കെ കാട് കയറിപ്പോയി. പക്ഷേ സത്യം പറഞ്ഞാൽ BE6നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് എലമെൻറ്റ് കൂടെ ആഡ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഡിസൈൻ വൈസ് ഈ വണ്ടി നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേരിയൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. 4 വേരിയൻറ്റ് കിട്ടും. 3 വേരിയൻ്റാണ് ക്ലാസിക്കലി എങ്കിലും 4 വേരിയൻ്റായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ വേരിയൻറ്റ് നമുക്ക് വീണ്ടും 2 ആഡ് ചെയ്യാം, 79 കിലോ വാട്ടിൻ്റെ. അപ്പോൾ മൊത്തം 4x6 വേരിയൻറ്റ് നമുക്ക് സുഖമായിട്ട് വണ്ടിയിൽ കിട്ടും. പിന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ചാർജറിൻ്റെ ബേസിലാണ്. 2 ചാർജർ യൂണിറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബേസിൽ വണ്ടി ക്ലാസ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങളൊരു എക്സിക്യൂട്ടീവൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽസ് അങ്ങനെ ആയിരിക്കാം. മേ ബി കളറൊന്ന് പറയാം. കളർ നമുക്ക് 8 കളർ കിട്ടുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ ഈ 8 കളർ ഓപ്ഷനും അവൈലബിൾ ആണ്. അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാ ബ്രാൻഡിലും നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇത് അതിനകത്ത് നല്ലൊരു ഓപ്ഷനാണ്. ഒരുപാട് എലമെൻറ്റ്സ്, ഇപ്പം ബേസ് വേരിയൻ്റ് ആയാലും ഇപ്പോൾ പാക്ക് 1 ആയാലും പാക്ക് 3 ആയാലും എക്സ്റ്റീരിയറിൽ ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് തോന്നത്തില്ല. ഡിഫറൻസ് തോന്നുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇത് പാക്ക് 3 ആണ്. പാക്ക് 3 ഇത് LED ലാമ്പാണ്. നമുക്ക് ഈ ഒരു C ഷേപ്പിൽ LED ലാമ്പും കാര്യങ്ങളെല്ലാം കിട്ടും. ബാക്കിലെ എലമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. എന്താണ് ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഒരു ബാറ്റ്മാൻ സീരീസ് വരെ ഇറക്കിയിരുന്നു. ബാറ്റ്മാൻ സീരീസിന് ആപ്റ്റായ വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അഡീഷണൽ ചെയ്യേണ്ടി വന്നില്ല. കാരണം കൃത്യമായ ഒരു ബാറ്റ്മാൻ ലുക്ക് കാര്യങ്ങൾ വണ്ടിക്ക് ആൾറെഡി ഉണ്ട്. റിയർ സൈഡിനെ കുറിച്ച് പോലും വലുതായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ മഹേന്ദ്രയുടെ ഈ ഒരു ഇൻഫിനിറ്റി ടൈപ്പ് ലോഗോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിൽ BE6 ബാഡ്ജിങ്. പിന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് കണ്ടല്ലോ, 16 യൂണിറ്റ് ഇമ്മീഡിയറ്റ്ലി 70 ഡേയ്സിനകത്ത് തന്നെ വിറ്റഴിച്ച ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ സെൻസേഴ്സ് ഉണ്ട്. ടെയിൽ ഗേറ്റ് ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യുന്നത്. ഇത് എല്ലാ വേരിയൻറ്റിലും നമുക്ക് കിട്ടത്തില്ല. ടോപ്പ് വേരിയൻറ്റിലൊക്കെ വരുന്ന ഫീച്ചേഴ്സാണിത്. ഇനി 455 ലിറ്റർ വരുന്ന നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. സ്പെയർ വീല് നമ്മൾ പ്രീമിയം വാഹനങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ ടൈപ്പ് സ്പെയർ വീലാണ്. സ്പെയർ വീലായിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ കേട്ടോ. അത് ഇലക്ട്രോണിക്കലി തന്നെ ക്ലോസ് ചെയ്യാം. പിന്നെ ഒരു ക്യാമറ യൂണിറ്റ്
അവിടെ ഉണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തൊരു ക്യാമറ യൂണിറ്റുണ്ട്. 360 ക്യാമറ വണ്ടിയിലുണ്ട്. പിന്നെ ഇഷ്ടംപോലെ സെൻസേഴ്സും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. വളരെ ഈസി ആയിട്ട് വണ്ടി മാനേജ് ചെയ്യാം. നമുക്ക് കൃത്യമായി 2-3 ദിവസമൊക്കെ ഓടിക്കുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ യാതൊരു പ്രശ്നമില്ല. കാരണം 360 ക്യാമറയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വണ്ടിയുടെ പൊസിഷൻ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ റൂഫിലേക്ക് വരുമ്പം ഡ്യുവൽ ടോൺ ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഈ വണ്ടി കണ്ടത്. ഇതാണ് നമ്മുടെ ചാർജിങ് സോക്കറ്റ് വരുന്നത്. 170 കിലോവാട്ട് വരെ DC ചാർജറിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 240 ഒക്കെ ഉണ്ട്, കൊച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ 60 കിലോവാട്ടിലാണ് നോർമലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം. 140 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് വണ്ടിയെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി വീട്ടിൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് ഈ ഇത്തരം വണ്ടികളൊക്കെ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പുറത്ത് ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഫൈബർ ഫിനിഷാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അലോയ് വീല് കാണാം. 19 ഇഞ്ചാണ് അലോയ് വീൽ സൈസ് വരുന്നത്. അലോയ് വീല് ടയർ സൈസ് വരുന്നത് ബിഗ് പ്രൊഫൈൽസ് ആണ് കേട്ടോ. 245 55 ആണ്. 19 ഇഞ്ച്. ഫ്രണ്ടും ബാക്കും ഒക്കെ ഡിസ്ക് ബ്രേക്ക് ആണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സസ്പെൻഷനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഡാമിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. B6 ആയാലും 9 ആയാലും രണ്ടും അടിപൊളി സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽ അറിയാലോ, ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന റീസൺ അറിയാമല്ലോ. ഒരു EV ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ വന്നിരിക്കുന്നത്. ഇനി വീല് നമുക്ക് വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്ക് 1 ആൻഡ് എബോയിലില്ല. പാക്ക് 1 നമുക്ക് 18 ഇഞ്ച് വീൽ സൈസ് ആയിരിക്കും വരുന്നത്. അലോയ് വീലല്ല, നോർമൽ വീലായിരിക്കും അത് വരുന്നത്. വീൽ കപ്പായിരിക്കും അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 19 ഇഞ്ച് വീലിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണ്. നമ്മൾ പുതിയൊരു ടയർ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. പക്ഷേ ഇപ്പം അപ്പോൾ 18 ഇഞ്ച് വീലാണ് നമുക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുന്നത്. അപ്പം 18 ഇഞ്ച് വീൽ സൈസ് മതിയെങ്കിൽ ഈ ബേസ് വേരിയൻറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ബേസ് വേരിയൻറ്റ് നമുക്ക് 22 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കാൻ സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെ. ലുക്ക് ആൻഡ് ഫീലിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ സൈഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം രസകരമായിട്ട് അത്യാവശ്യം ക്ലാഡിങ്സ്, ബിഗ്ഗർ ക്ലാഡിങ്സ് ആണ്. മഹേന്ദ്രയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു പാറ്റേണിലാണ്. അതുപോലെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഇതാണ്. ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കാര്യം എന്താണെന്ന് അറിയോ? അതാണ്ട് ഈ ഡോർ ഹാൻഡിലെ ഇതൊരു ബെൽറ്റാണ് കൊടുത്തേക്കുന്നത്. മിക്കവാറും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യുമ്പോഴും ഇത് വെച്ച് വലിച്ച് തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഡോർ പ്രോപ്പറായിട്ട് അടയത്തില്ല. ഇതാണ് ഒരു പ്രശ്നമായിട്ട് എപ്പോഴും. അതൊരു പ്രശ്നമല്ല, നമ്മുടെ മിസ്റ്റേക്കാണ്. അതെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കാർബൺ ഗാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം ടോപ്പിലേക്ക് വരുമ്പോൾ എനിക്കത് പാക്ക് 2ലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പീക്കേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാക്ക് 2 വാല്യൂ ഫോർ മണിയാണ്. 26 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് പാക്ക് 2 എടുക്കാൻ പറ്റും. വണ്ടി വന്നിരുന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ സെക്കൻഡ് റോയിലാണ് എല്ലാവരും പ്രശ്നം പറയുന്ന ഒരു കാര്യം. നമുക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ വണ്ടിയൊക്കെ ഈ ഒരു രീതിയിലുള്ള തൈ സപ്പോർട്ടേ കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ മേളിലുള്ള വണ്ടിയിൽ പോകണം. ഇത് കുറച്ചുകൂടെ തൈ സപ്പോർട്ട് ആഗ്രഹിക്കുന്നവർക്ക് 9E ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം കണ്ടമാന സ്പേസ് ഉണ്ട്. ഹെഡ് റൂം എനിക്ക് കുഴപ്പമില്ല. ചൂടെ ഹൈറ്റുള്ള ചിലപ്പോൾ മേ ബി ബുദ്ധിമുട്ട് വന്നേക്കാം. അതാണ് സെൻറ്റർ പൊസിഷൻ. ഇങ്ങനെ തിരിക്കുമ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കംഫർട്ട് നല്ലതാണ് കേട്ടോ. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സൺറൂഫ് അല്ല, അതിന് മൂൺ റൂഫാണ്. ബാക്കിൽ വരെയുണ്ട്. രസകരമാണ് ആ ഏരിയയൊക്കെ കാണാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ ബാക്ക് ഫുള്ളി പ്ലാസ്റ്റിക് ഫിനിഷാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ AC വെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. പിന്നെ അതാണ് നമ്മുടെ സീപോർട്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ചാർജിങ് സോക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ആണ്ട് ഈ സീറ്റ് ബെൽറ്റ് എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിൽ വെയിറ്റ് ഇരുന്നാൽ തന്നെ ഒരു ബാഗ് വെച്ചാൽ തന്നെ സെൻസർ ഉണ്ട്. അതുകൊണ്ട് സെൻസർ ആക്ട് ചെയ്യും, സൗണ്ട് കേൾക്കും. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. വെറുതെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് അത് യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള വണ്ടികൾ വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഇരുന്നാൽ തന്നെ വെയിറ്റ് ഉണ്ടായതുകൊണ്ട് സെൻസറിൻ്റെ എല്ലാം കേൾക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് വണ്ടി കേട്ടോ. അതുപോലെ ഈ കളർ ഭയങ്കര രസമാണ് കേട്ടോ. കമ്പനി ഒരു ഗ്രീൻ കളർ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിങ്ങൾക്ക് എന്ത് ഗ്രീനാണെന്ന് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഡോറൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്, ഭയങ്കര ഹെവിയാണ് കേട്ടോ. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ടാറ്റയും മഹീന്ദ്രയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടികൾ കൊടുക്കുന്നത്. ഇത്രയും വൈഡ് ഡോർ ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇതാണ് ഫ്രണ്ടിലെ സീറ്റ്. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പവർ അഡ്ജസ്റ്റഡ് ആണ്. 6 way പവർ അഡ്ജസ്റ്റഡ് ആണ് ഡ്രൈവർ സീറ്റ് വരുന്നത്. നല്ല കാര്യം. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷൻ നമുക്ക് വരുന്നുണ്ട് വണ്ടിയിൽ. ഈ ഒരു ബാർ വരുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ കോ പാസഞ്ചർക്ക് ഇങ്ങനെ കൈവച്ച് ഇരിക്കാം. രസകരമായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ. ഇനി നമുക്ക് നേരത്തെ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ റൂഫിലും കാര്യങ്ങളൊക്കെ സ്പീക്കേഴ്സ്, സറൗണ്ട് സ്പീക്കേഴ്സും ഉണ്ട്. കുറച്ച് ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. ഡാഷ്ബോർഡ് ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ഡാഷ്ബോർഡ് കൊടുത്തിരിക്കുന്നത്. വേറെ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്
പാക്ക് 2 വരുമ്പോഴത്തേക്ക് നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കിട്ടും. അഡാസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷൻ പാക്ക് 2 ആണ്. ഒരു 26 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞു. പാക്ക് 3ലേക്ക് വരുമ്പം 26 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി അത് നമുക്ക് ഒരു 59 കിലോവാട്ടിനാണ് വരുന്നത്. 79 വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രൈസ് വരും, ചെറിയൊരു പ്രൈസ് വരും. 27 ലക്ഷം രൂപയ്ക്ക് 79 കിലോവാട്ട് എടുക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ, അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം സെൻസേഴ്സ് ഉണ്ട്. ഫ്രണ്ട് മാത്രമല്ല സൈഡിലും സെൻസേഴ്സ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലും സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വണ്ടി എങ്ങും ഉറയാതെയും പിടിക്കാതെയും നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് ഉണ്ട്, ഒരു ഫ്രങ്ക് ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഭാഗം ഡിസൈനേഴ്സൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് തന്നെ കേട്ടോ വണ്ടി. അതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പം ഡോർ പാഡിലാണ്ട് ഒരു ഇതുകൂടെ കാണിച്ചു തരാം. ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഡ്യുവൽ ടോണിലൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റിങ് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം രസമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ, ഡോർ കൺട്രോൾ, അതുപോലെ ഡോർ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. മിറർ കൺട്രോൾസ് എല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടുത്തെ ഫൈബർ ഫിനിഷൊക്കെ നല്ല രസമാണ് കേട്ടോ. ഗ്ലാസ് ഏരിയ ഒരു നോർമൽ ഗ്ലാസ് ഏരിയ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഡിസൈൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. ഇതാണ് സീറ്റ് വരുന്നത്. സീറ്റിനകത്ത് ലെതറൈറ്റ് ഫിനിഷും അതുപോലെ ഫാബ്രിക് ഫിനിഷും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കൺട്രോൾസ്. അതിൻ്റെ കൂടെ മെമ്മറി ഫംഗ്ഷൻസും അഡീഷണലുണ്ട്. ഇവിടെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജർ ഊരാനായിട്ട് നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ്, ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് സെൻസറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് വരുന്നത്. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ്. അത് നല്ല കാര്യമാണ്. നമ്മുടെ കംഫർട്ടബിലിറ്റി എങ്ങനെയാണോ അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഫെദർ ടച്ച് അല്ല ഈ കീസ് ഒന്നും, ഇതെല്ലാം സ്വിച്ചസാണ്. പക്ഷേ സ്വിച്ചസാണ് നമുക്ക് തോന്നാത്ത രീതിയിലാണ് ഇതെല്ലാം അലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അഡാസിൻ്റെ കൺട്രോൾസ് ഉണ്ട്, നമ്മുടെ ക്ലസ്റ്ററിൻ്റെ മെനു കൺട്രോൾസ് ഉണ്ട്, പിന്നെ ഹോൺ വരുന്നുണ്ട്. ഇത് നമുക്ക് ബൂസ്റ്റ് മോഡാണ് വരുന്നത്. ഇത് നമുക്ക് സിംഗിൾ പെഡൽ ഡ്രൈവിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് റീജനറേഷൻ പ്ലസും മൈനസും ചെയ്യാനുള്ള കൺട്രോൾസ് നമുക്ക് രണ്ട് സൈഡിൽ കൊടുക്കും. വളരെ ഈസി ആക്സസ് ആണല്ലോ. ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ലൈറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ടോപ്പ് വേരിയൻറ്റിലൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ ഈ ലൈറ്റ് കൺട്രോളൊക്കെ ഓട്ടോമാറ്റിക് കിട്ടാനായിട്ട്. പാക്ക് 1 and above തൊട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ വൈപ്പർ കൺട്രോൾ വരുന്നത് ഇതും ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ പോകേണ്ട കാര്യമില്ല. തൊട്ട് താഴത്തെ വേരിയൻറ്റിലൊക്കെ നമുക്ക് ഈ വൈപ്പർ കൺട്രോൾ ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സ്ക്രീനെ കുറിച്ചാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇ വിയിൽ സാധാരണ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര ഫീച്ചർ ഡിഫറൻസ് ഒന്നുമില്ല. ഉണ്ട്, ടെക്നിക്കലി ഉള്ള ഫീച്ചേഴ്സാണ്. അപ്പം നമുക്ക് അതിന് ഭയങ്കര കോസ്റ്റുമാണ്. അതനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഗിയർ ലിവർ. വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഡ്രൈവിൽ ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക് നമുക്ക് ഇവിടെ ഇടാം, വളരെ ഈസി ആയിട്ട് ഇടാം. ഇതാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നത്. നമുക്കൊരു റോട്ടറി സ്വിച്ച് നമ്മൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ വെഹിക്കിൾ കൺട്രോൾസ്, ഡ്രൈവ് മോഡ്സ്, എക്സ്റ്റീരിയർ ഡ്രൈവ് മോഡ്സ് നമുക്ക് ഡിഫാൾട്ട് വരുന്നുണ്ട്. തൊട്ട് താഴെ റേഞ്ച്, ഇവരുടെ റേസ്, ഇത്രയാണ് ഡ്രൈവ് മോഡ്സ് വരുന്നത്. റേസിലേക്ക് ഇടുമ്പം 458 ആണ് 97% ചാർജിൽ നമുക്കുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എവരിഡേ മോഡിലേക്ക് ഇടാം. എവരിഡേ മോഡിലേക്ക് ഇട്ടപ്പോൾ 475 കിട്ടും, കുറച്ചുകൂടെ കിട്ടും. നമുക്ക് റേഞ്ച് 497, ഭയങ്കര ഡിഫറൻസ് ഒന്നുമല്ല, ചെറിയൊരു ഡിഫറൻസാണ് കിട്ടുന്നത് കേട്ടോ. 565, ഇത് ഹ്യൂജ് ഡിഫറൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ മോഡിലാണ്, റേഞ്ച് മോഡിലാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. 565 കിലോമീറ്റർ റേഞ്ചാണ് 97% ചാർജിൽ വണ്ടിയിൽ കാണിക്കുന്നത്. ഇത്രയും എന്തായാലും കിട്ടില്ല. ഒരു 500-നകത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, 500 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മൾ ഓടിക്കുന്നതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഫുള്ളി പാറ്റേൺ ചേഞ്ച് ആവും. നമുക്ക് വോളിയം ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഈ റോട്ടർ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇത് നമ്മുടെ എയർ കണ്ടീഷൻ്റെ കൺട്രോൾസ് ആണ്. അത് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. വണ്ടിയുടെ സൗണ്ട് കേട്ടല്ലോ, വണ്ടിയുടെ സൗണ്ട് നമുക്ക് അകത്തെ സൗണ്ടും യൂസ് ചെയ്യാം, പുറത്തെ സൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷനാണ് കേട്ടോ. ഈ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് സൗണ്ട് വന്നിട്ടുണ്ട്. ഈ സൗണ്ട് തന്നെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്താണ് കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം വേണ്ടി അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. എക്കോസെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, അനലറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ആവറേജ് ബിഹേവിയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു സാധനം ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്താണ് ഇതിപ്പോൾ നമ്മൾ ഫുൾ റീസെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വണ്ടി ഓടിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ ഇൻഫർമേഷൻ ഒന്നും അറിയാൻ പറ്റാത്തത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 3.2 km/kWh കാരണം നമ്മൾ ഓടിച്ചിട്ടില്ല. റീസെറ്റ് ചെയ്തിട്ട് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ ഇപ്പോൾ 2 ദിവസം നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നാളെയും കൂടെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഇടാം. അതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വണ്ടി എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കും ഒന്ന് ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഇനി ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരാം. നമുക്ക് ഈ ഒരു പാനലിൽ ഇഷ്ടം പോലെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഫസ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ 360 ക്യാമറ. ഓക്കെ, കണ്ടത് കണ്ടോ,
വ്യൂ കിട്ടിയല്ലോ. ഇതിനകത്ത് ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് അഡാപ്റ്റീവ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വ്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് സെൻസറിൻ്റെ ഫിഗേഴ്സാണ്. ഈ കാണിച്ച ലൈൻ ഉണ്ടല്ലോ, സെൻസറിൻ്റെ ലൈനാണ്. ഇത് നമുക്ക് ആദ്യം യെല്ലോ ആവും, റെഡ് ആവും. ആ ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ പാർക്കുണ്ട്, പാർക്കിന് അറിഞ്ഞു നോക്കിയേ, പാർക്കിന്, പാർക്ക് ഔട്ട്, വെർച്വൽ ബാഗ്, 360 ക്യാമറ, ഹസാർഡ്, ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ലൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ക്യാമറ, ഡ്രൈവറിനെ നിരീക്ഷിക്കാനായിട്ടാണ് ഈ ക്യാമറ വെച്ചേക്കുന്നത്. ഇത്രയാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മൂൺ റൂഫിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഇത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ SOS ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തും അറിയാം. പിന്നെ മിററുണ്ട്, നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനുള്ള ഒരു മിററാണ് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വണ്ടി കുറച്ച് ദിവസം നമ്മൾ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസും പറയാം.